ആലോചിച്ച് നോക്ക്. അഫ്ഗാൻ ജനത ഒരു ജോഡി തുണിയും കയ്യിൽ 2-3 കുഞ്ഞുങ്ങളെയും ഇടുപ്പിലൊരു കുഞ്ഞിനെയും ഒക്കെ എടുത്ത് എവിടേക്കെങ്കിലും പരക്കം പായുന്നത് പോലെ ഇന്ന് ഇന്ത്യൻ ജനത പരക്കം പായുമായിരുന്നു. ഇറാഖിൽ അനുഭവിക്കുന്ന അഭയാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നു. സിറിയയിലെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കാണുന്നു. ലെബനോനിലെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കാണുന്നു. അതുപോലെ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു ജോഡി തുണിയും കുട്ടിയും പെട്ടിയുമായി എടുത്തു ചാടേണ്ടി വരുമായിരുന്നു. അത്രയ്ക്കും ദയനീയമായ ഒരു അവസ്ഥയിലായി പോയനെ ഇന്ന് ഭാരതം. ഇത്രയ്ക്ക് സുരക്ഷയോടെ, സുരക്ഷിതത്വ ബോധത്തോടെ, സ്വാഭിമാനത്തോടെ നമുക്ക് ഈ ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് ഇത്തരം സംഘടനകൾ നമ്മുടെ രാജ്യത്തെ മതാധിപത്യ രാജ്യമാക്കി മാറ്റാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന എല്ലാ മാർഗത്തിലൂടെയും അവർ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരോട് എതിരിടാൻ, ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇത്തരം രാജ്യസ്നേഹികൾ ഉള്ളത് കൊണ്ടാണ്. ഭാവിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഭീകരതയെ പറ്റി മനസ്സിലാക്കാനും അതിനെ ചെറുത്തു നിർത്താനും ഒരു സംഘടന വേണം. രാജ്യസ്നേഹികളായ ഒരു വലിയ സമൂഹത്തെ പ്രാപ്തരാക്കേണ്ടതുണ്ട് എന്ന് 100 വർഷത്തിന് മുമ്പ് ഒരു മനുഷ്യൻ മനസ്സിലാക്കുവാണ്. അതുവഴി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ, ഇതിന്റെ സുരക്ഷിതത്വത്തെ ഇത് പിടിച്ചു നിർത്തണം. അതിനു വേണ്ടിയിട്ട് സംഘടിതമായ ഒരു രൂപം ഈ ഭാരതത്തിന് ഉണ്ടാകണം എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ആ മനുഷ്യൻ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇത്രമാത്രം തീവ്രവാദ ഭീഷണിയിലാണ്. എന്നിട്ടും നമുക്കൊരു കുലുക്കവുമില്ല. കാരണം എന്താ? ഭാരതം ആരുടെ കരങ്ങളിലാണ്? ഭാരതത്തിന്റെ കരസേനയും നാവികസേനയും വ്യോമസേനയും രാജ്യത്തിന്റെ അതിർത്തികളും സുരക്ഷിതമാണ് എന്ന് നമുക്കിന്ന് ഉറപ്പുണ്ട്. കാരണം ഇതുപോലെയുള്ള ചരിത്രകാരന്മാരായ പിൻഗാമികളുടെ കയ്യിൽ ഈ ഭാരതം സുരക്ഷിതമാണ് എന്ന് നമുക്കറിയാം. ഭാരതത്തിലെ ഭൂരിപക്ഷം ജനതയും വിശ്വസിക്കുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ കയ്യിൽ ഈ ഭാരതം സുരക്ഷിതമാണെന്നും ഈ ഭാരതത്തെ തകർക്കാൻ വരുന്നവരുടെ മുന്നിലെല്ലാം വഴിമുടക്കികളായി നിൽക്കുന്ന RSS, BJP പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്നത്. ഒരുപക്ഷെ ഇത് കേട്ട് കഴിയുമ്പോൾ യുക്തിവാദികൾ ഒന്നടങ്കം എനിക്കെതിരെ തിരിയും, പ്രശ്നമില്ല. ഒരു സത്യം തുറന്ന് പറയുമ്പോൾ ലോകം മുഴുവനും എതിരായാലും ശരി, ഈ മണ്ണിൽ നമ്മൾ നിർഭയരായി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളത് പറഞ്ഞേ പറ്റൂ. ഇതിനു മുമ്പ് രാജ്യമാരുടെ കരങ്ങളിലായിരുന്നു. എത്ര തവണ നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇപ്പൊ കാശ്മീർ വഴി പാകിസ്ഥാനികൾ നുഴഞ്ഞു കയറാത്തത്? ഈ മണ്ണിൽ അധികാരം പിടിക്കാൻ കഴിയില്ല, ഈ മണ്ണിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നവർക്ക് ഉറപ്പാണ്. ഏത് രൂപത്തിലുള്ള തീവ്രവാദത്തിനെതിരെയും മികച്ച പ്രതിരോധം തീർക്കാൻ ഇവിടെ ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. ലോക രാജ്യങ്ങൾ പോലും ഈ രാജ്യത്തിന്റെ ഒരു പോക്കിനെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് രാഷ്ട്രസ്നേഹികളെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഈ രാജ്യത്ത്. ഒരു തീവ്രവാദത്തെയും ഒരു വിഘടനവാദത്തെയും ഭാരതീയർ ഭയപ്പെടേണ്ടതില്ല. രാജ്യത്തിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി വേരുറപ്പിക്കാൻ സഹായകമായത് ഈ രാജ്യത്തിന് കോൺഗ്രസ് നൽകിയ സംഭാവനകളാണ്, പറയാതിരിക്കാൻ വയ്യ. രാജ്യസ്നേഹികൾ അവർ പ്രകോപിതരാണ്. അവരുടനെ തന്നെ തെരുവിലിറങ്ങും, അവർ കടകളടിച്ച് തകർക്കും, ആളുകളെ കൊന്നുകളയും, അവർ ഹർത്താലുകൾ നടത്തും. ഇങ്ങനെ ഈ ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നിർബന്ധം പിടിച്ച് കരയുമ്പോൾ നമ്മൾ അതങ്ങ് സാധിച്ചു കൊടുക്കും. ശരി, അതിന്റെ കരച്ചിലങ്ങ് നിൽക്കട്ടെ എന്ന്. ഇല്ല, കൊടുക്കാതിരുന്നാൽ, ഒരിക്കൽ കൊടുക്കാതിരുന്നാൽ മതിയാകും. ആ നിർബന്ധം അവിടെ അവസാനിക്കും. അപ്പൊ അവൻ മനസ്സിലാക്കും, ഞാൻ നിർബന്ധം പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കും. പക്ഷേ ആ നിർബന്ധത്തിന് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ജീവിതത്തിൽ ഉടനീളം പലതിനും വേണ്ടി നിർബന്ധം പിടിക്കും, നമ്മളത് ചെയ്തു കൊടുക്കേണ്ടി വരും. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മുസ്ലിങ്ങളല്ലേ, ഇവര് പ്രകോപിതരാണ്, കുറച്ച് ആളുകളെ കൊന്നു കഴിയുമ്പോൾ അവരുടെ ദേഷ്യം അങ്ങ് അടങ്ങുമെങ്കിൽ കുറച്ചു പേര് ചാകാൻ അങ്ങ് തയ്യാറായിക്കോ. അതൊക്കെ അന്തകാലം, ഇതൊന്നും ഇനി നടക്കില്ല. ഇതുപോലെ തന്നെ മതേതര കുപ്പായമണിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഈ മതേതര പച്ചക്കുപ്പായത്തിന്റെ മറവിൽ ഇടതു പാർട്ടിയും കേരളത്തിൽ ഉൾപ്പെടെ ഭീകരവാദത്തെ വാനോളം വളർത്തുകയായിരുന്നു. വെള്ളവും വളവും ഇടതനും വലതനും മാറി മാറി ഒഴിച്ച് രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഐസിസിനെ പോലെയുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ്. എത്ര മാധ്യമങ്ങൾ അത് എഴുതി. ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് ഉണ്ടായത് നമ്മുടെ നാട്ടിൽ നിന്നാണ്.
എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത്? 1990കളുടെ കാലഘട്ടത്തിൽ കാശ്മീരിൽ എന്താണോ സംഭവിച്ചത് അതിന്റെ മുന്നോടിയായി ഇവിടെയും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇടതനും വലതനും RSSനെ നാഴികയ്ക്ക് 40 വട്ടം എതിർത്തുകൊണ്ട് കവലപ്രസംഗം നടത്തുന്നുണ്ട്. എന്നിട്ട് സംഘപരിവാരത്തിന് ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ? അവരങ്ങ് പിന്മാറിപ്പോയോ? ഇടതനും വലതനും മുസ്ലിം ഭീകരരും ഒക്കെ നമ്മളെ എതിർക്കുന്നു, അതുകൊണ്ട് ഇനി നമുക്കിവിടെ വേരുറപ്പിക്കാൻ പറ്റില്ല. അതല്ല അവര് വിചാരിച്ചത്. രാഷ്ട്രത്തെ സ്വയം സേവിക്കാൻ തയ്യാറായി നമുക്കൊരു പക്ഷേ ഈ വഴിയിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, നമുക്ക് മാനഹാനികൾ സംഭവിച്ചേക്കാം. രാജ്യമാണ് പ്രധാനം. രാഷ്ട്രമുണ്ടെങ്കിലേ ഇവിടെ രാഷ്ട്രീയക്കാരുള്ളൂ, രാഷ്ട്രീയ സംഘടനകളുള്ളൂ. ഓരോ ദിവസവും ചാണകസംഖ്യകൾ വളരുന്നത് എന്തുകൊണ്ടാ? അവർ നിലകൊള്ളുന്നത് രാജ്യത്തിന് വേണ്ടിയായതുകൊണ്ടാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് ഇന്ന് കേരളത്തിലാണ്. കേരളം മറ്റൊരു കാശ്മീർ ആകാതെ ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ആദ്യം RSSനെ എതിർക്കണം, അതിനെ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ ജിഹാദി തീവ്രവാദികൾക്ക് പരിപൂർണമായി അഴിഞ്ഞാടാൻ പറ്റൂ. ഏതെങ്കിലും ഒരു RSSകാരൻ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവുകൾ ഇവർ കൊണ്ടുവരട്ടെ. RSSന്റെ ഭീകരതയെ നമ്മൾ എതിർക്കുന്നു. എല്ലാ പാർട്ടികളുടെയും ഭീകരതയെ, തീവ്രവാദത്തെ നമ്മൾ എതിർക്കുന്നു. ഒരു തീവ്രവാദത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് മിതവാദമാണ് എപ്പോഴും നല്ലത്. ആരും തീവ്രമായി വളരണ്ട, പക്ഷെ എല്ലാവർക്കും ഇവിടെ വളരാൻ കഴിയണം. ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രസ്ഥാനവുമായി ഒരു RSSകാരനോ ഒരു BJPക്കാരനോ സന്ധി ഉണ്ടാക്കി, അതല്ലെങ്കിൽ വിദേശത്ത് നിന്ന് രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി പണം വാങ്ങി, അതല്ലെങ്കിൽ പാകിസ്ഥാനോ അതല്ലെങ്കിൽ രാജ്യവിരുദ്ധർക്കോ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു കാണിക്കണം. അതൊക്കെ കാണിച്ചു തന്നാൽ നമ്മളും ഇവർക്കെതിരെ തിരിയും. ഇടതനും വലതനും വേണ്ടത്ര ഫണ്ട് നൽകി ഒതുക്കുകയായിരുന്നു ഇതുവരെ ഈ വോട്ട് ബാങ്ക് കാണിച്ച് ഇവർ ചെയ്തത്. വോട്ട് ബാങ്ക് കാണിക്കുക, ഇവരുടെ തലകൾ എണ്ണുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. അപ്പൊ ഇവർക്ക് ഒരുപാട് വോട്ട് ബാങ്ക് ഉണ്ട്. തലകൾ എണ്ണിയാണ് ഇതുവരെ ഇവരെ കരഞ്ഞു വാശി പിടിച്ച് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തു വന്നിരുന്നത്. ISISന്റെ ഇന്ത്യൻ പതിപ്പാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. തുർക്കിയും ഖത്തറും പാകിസ്ഥാനും തുടങ്ങി 30ഓളം രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദ ഫണ്ടിങ് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും ഹലാൽ ഫുഡ് ജിഹാദും പോപ്പുലേഷൻ ജിഹാദും പൊളിറ്റിക്കൽ ജിഹാദും ഒക്കെ നടപ്പാക്കുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. സംഘപരിവാർ എന്ന പ്രസ്ഥാനമല്ലാതെ ഈ ജിഹാദികളെ പ്രത്യക്ഷമായിട്ട് എതിർക്കാൻ ആരുണ്ടായിരുന്നു? ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ നോക്കിയിരുന്ന സഭ എവിടെ? അവര് നോക്കുകുത്തികളായിരുന്നു. അവരാദ്യം ജോസഫ് മാഷിനെ കിണ്ടിയെടുത്ത് വെളിയിലിട്ടു. അവസാനത്തെ ഉദാഹരണമാണ് ജസ്ന മേരിയ ജെയിംസ്. ആ പെൺകുട്ടിയെ കാണാതായപ്പോഴും ഇവർ നിശബ്ദത പാലിച്ചു. ക്രിസ്ത്യൻ സമൂഹം നാളുകളിൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്ന് അന്ന് തന്നെ ഞാനൊക്കെ പോസ്റ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള കണക്ക് പറയാനുള്ള സമയമാണ്. അതാണ് പൂഞ്ഞാർ സംഭവം. ഞായറാഴ്ചകളിലെ പൊതു അവധി വെള്ളിയാഴ്ച ആക്കാനുള്ള അജണ്ടകൾ മാമായും മരുമോനും കൂടി ഒരുക്കുവാണ്. അതും നാളെ നടപ്പാകില്ല എന്ന് പറയാൻ പറ്റില്ല. രാജ്യത്ത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP സർക്കാരുകൾ അതായത് രാജ്യം 2ാം തവണയും ഭരിക്കുന്ന BJP 3ാം തവണയും എത്തുമെന്ന് തന്നെയാണ് നിഗമനങ്ങള്. കേരളത്തിലെ ഇടതു വലത് മുന്നണികള് ഘോരഘോരം കവലപ്രസംഗങ്ങൾ നടത്തുന്നു. RSSനെ നിരോധിക്കണം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? നെഹ്റു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തില് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം മാർച്ച് നടത്താൻ അനുമതി നൽകിയതാണ്. രാജ്യത്ത് 1925 വിജയദശമി ദിനത്തില് രൂപം നൽകിയ പ്രസ്ഥാനം ഇന്ന് 97 വയസ്സായിരിക്കും. അപ്പോ ലോകത്ത് 39 രാജ്യങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSSനെ എതിർക്കുന്നവരോട് പറയാനുള്ളത്, സിറിയയിൽ RSS ഇല്ല. നിരപരാധികളെ ISIS ഭീകരർ കഴുത്ത് വെട്ടി കൊല്ലുന്നത് RSSനെ ഭയന്നിട്ടല്ല, RSSനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല. ലെബനനിൽ RSS ഉള്ളത് കൊണ്ടല്ല. ISIS പച്ചയ്ക്ക് മനുഷ്യന്റെ കയ്യും കാലും കഴുത്തും വെട്ടുന്നതും പച്ചയ്ക്ക് മനുഷ്യനെ തീ കൊളുത്തുന്നതും. ഇറാഖിൽ RSS ഇല്ല, അതുകൊണ്ടാണ് അവിടെ ചാവേറാക്രമണം നടത്തുന്നത് എന്ന് നിങ്ങളൊന്ന് പറ. പള്ളികളിൽ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറികൾ നടക്കുന്നത്? അമേരിക്കയിൽ RSS ഉണ്ടോ? വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് ആരാണ്? 3000 ജനങ്ങളെ കൊന്നൊടുക്കിയത് ആരാണ്? പാകിസ്ഥാനിൽ RSS ഉണ്ടോ? അപ്പോൾ RSSനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട്, SDPI, മറ്റു മുസ്ലിം തീവ്രവാദ സംഘടനകൾ എന്ന പതിവ് ന്യായം ഇനി നടത്തരുത്. മദ്രസകളിൽ ബോംബ് സ്ഫോടനം നടത്തുന്നു, കൊല്ലുന്നു. ശ്രീലങ്കയിൽ RSS ഉണ്ടോ? ക്രിസ്ത്യൻ പള്ളിയിൽ 256 പേരെയാണ് കഴിഞ്ഞ ദിവസം ബോംബ് വെച്ച് കൊന്നത്. അഫ്ഗാനിൽ RSS ഇല്ല, താലിബാനികൾ തീവ്രവാദികളാകുന്നു. RSS ഉള്ളത് കൊണ്ടാണോ ഡസൻ കണക്കിന് ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാക്കി ഇവരെ മാറ്റിയത്? അപ്പോൾ ഇവിടെയൊന്നും RSSനെ അല്ല ഇവരെ എതിർക്കുന്നത്. ഇസ്ലാമിലൂടെ ഇന്ത്യയുടെ മോചനം എന്ന് പറയുന്നവർക്ക് തെറ്റിപ്പോയി. തീവ്രവാദത്തെ എതിർക്കാൻ RSS ഉള്ളതാണ് അവരുടെ പ്രശ്നം.
കാശ്മീരിൽ നടപ്പിലാക്കിയത് മറ്റുള്ള സംസ്ഥാനത്ത് നടപ്പാക്കാൻ പറ്റാതെ പോയതാണ് അവരുടെ പ്രശ്നം. ന്യൂനപക്ഷ സംരക്ഷണമെന്നും താഴെത്തട്ടിലെ ആളുകളുടെ രക്ഷകരാണെന്നും പറഞ്ഞ് മുസ്ലിങ്ങളുടെ മൊത്ത കുത്തക ഇവർ ഏറ്റെടുക്കുമ്പോൾ ഇവർ ലക്ഷ്യം മറന്നു പോയിട്ടില്ല. പല രൂപത്തിലും ഇവർ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മാപ്പിളസ്ഥാനാക്കി മാറ്റണം. അതിനെ എതിർത്ത് നിൽക്കുന്നവരെ ഇവർ പല്ലും നഖവും ഉപയോഗിച്ച് ചേർത്ത് നിൽക്കുന്നു. വേണ്ടി വന്നാൽ ഇവർ ആയുധമെടുക്കാനും മടിക്കുന്നില്ല. അതാണ് രഞ്ജിത് ശ്രീനിവാസന്റെ വിഷയത്തിൽ സംഭവിച്ചത്. ടീച്ചറെ, ഞാൻ ഇന്ന് മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC ആയിരുന്ന ഡോക്ടർ അബ്ദുൽ സലാം സാറിനെ ഇന്ന് മലപ്പുറം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി ഞാൻ സന്ദർശിച്ചു. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ സ്വകാര്യ സംഭാഷണവുമായി നമുക്ക് കൂടുതൽ അദ്ദേഹവുമായിട്ട് ഇടപഴകി സംസാരിക്കാൻ പറ്റി. കാരണം മലപ്പുറത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ബൈജു, നമ്മൾ എത്രയൊക്കെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മുടെ മാന്യത, നമ്മുടെ സംസ്കാരം വിട്ട് നമ്മൾ പ്രകോപിതരാവാൻ പാടില്ല എന്ന് അദ്ദേഹം എന്റെ വീഡിയോസും എന്നെ അറിയുന്നത് കൊണ്ടും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒരു ഗുരുതുല്യനായിട്ട് 2015 അദ്ദേഹം റിട്ടയർ ആവുന്നതാണ് എന്റെ അറിവ്. നരേന്ദ്രമോദിജി വന്നതിന് ശേഷം 1 വർഷം കൂടെയാണ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഞാൻ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഒരു കമന്റ് വന്നത്, വാനമ്പാടി എന്ന് പറയുന്ന പിറകിൽ വിളിച്ചിരിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകരനിട്ട ഒരു കമന്റ് ഞാനിവിടെ വായിക്കാം. ഗുജറാത്ത് സർവകലാശാലയിൽ തറാവി നമസ്കരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ സംഘികൾ തല്ലിച്ചതച്ച വിവരം നീ അറിഞ്ഞോ തള്ളേ? അത് ടീച്ചറോടാണ്, തള്ളേ എന്ന് വിളിച്ചിട്ട് ടീച്ചറോടാണ് പറയുന്നത്. ഈ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ഡൽഹിയിൽ റോഡിൽ നിരന്നിരുന്ന അവന്റെയൊക്കെ ഗുദം പൊക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രം, അതിന്റെ വീഡിയോയും നമ്മൾ കണ്ടു. പോലീസുകാർ അവരെ ചവിട്ടിയിട്ടും ലാത്തിയെടുത്ത് അടിച്ചും ചവിട്ടിക്കൊണ്ടൊക്കെ ഓടിക്കുന്നത്. ആ ചവിട്ടിയ പോലീസുകാരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നുപൂർ ശർമ്മയെ ടാർഗറ്റ് ചെയ്ത പോലെ തന്നെ ആ പോലീസുകാരനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്, ഇയാളെ ചവിട്ടിയത്. പക്ഷെ ആ വീഡിയോയും ചിത്രവും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഈ കേരളത്തിലാണ്. ഇതാണ് സംഘികൾ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനോട് അനുയോജ്യമായിട്ടുള്ള, അതല്ലെങ്കിൽ സാമ്യമുള്ള ഒരു കമന്റ് ആണ് ഇവിടെ ഈ ജിഹാദി ഇട്ടിരിക്കുന്നത്. അവന് നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഗുജറാത്ത് സർവകലാശാലയിൽ തറാവി നമസ്കരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ സംഘികൾ തല്ലിച്ചതച്ച്. എടാ സുഡാപ്പി, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, ഈ സർവകലാശാലയിൽ നിന്റെയൊക്കെ ഗുദം പൊക്കി നമസ്കരിക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും ഹിന്ദു, അതല്ലെങ്കിൽ പാഴ്സി, ബുദ്ധ, ജൈന ഏതെങ്കിലും മതസ്ഥർ അവരുടെ ആലയമായി കണ്ടുകൊണ്ട് സർവകലാശാലയിൽ ഇതുപോലെ ഈ കോപ്രായം കാണിക്കാറുണ്ടോ? ഏതെങ്കിലും ക്രൈസ്തവർ കാണിക്കാറുണ്ടോ? ഒരു ഹിന്ദു കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മാത്രമാണ്. അത് റോഡായാലും വേണ്ടില്ല, ഈ പറയുന്ന സർവകലാശാലയായാലും വേണ്ടില്ല, എയർപോർട്ടായാലും വേണ്ടില്ല, തിയേറ്റർ ആയാലും വേണ്ടില്ല, ഇനി വേണ്ട സിനിമാ ഹാളായാലും വേണ്ടില്ല, മാത്രമല്ല ട്രെയിനുകളിൽ വരെ നമ്മൾ കണ്ടു മറ്റുള്ള യാത്രക്കാർക്ക് നടുവിലൂടെ നടക്കാൻ വേണ്ടിയുള്ള ഒരു പാസേജിൽ ഇവന്മാരുടെയൊക്കെ ഗുദം പൊക്കി മേപ്പോട്ടാക്കിക്കൊണ്ട് ഇവൻ നിസ്കരിക്കുന്നത്. ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് അറിയുന്നവർക്ക്, അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതല്ലാതെ ഇവന് ആ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവന്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ യാത്ര ചെയ്യുകയാണെങ്കിൽ അന്യനെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ മനസ്സിലാണ് നീ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രീതിയൊക്കെ ഈ കിതാബിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. കാരണം സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്ന സീറ്റിൽ തന്നെ, ആ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ തന്നെ നിന്റെ പടച്ചവനായിട്ടുള്ള അയാളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചെയ്യാതെ സർവകലാശാലയായാലും എയർപോർട്ടായാലും ഈ പറയുന്ന ഈ ട്രെയിനിനുള്ളിലായാലും നിസ്കരിച്ചുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അതിലൂടെ കലാപം സൃഷ്ടിക്കുക എന്നല്ലാതെ നിന്റെയൊന്നും മനസ്സിൽ ഈ നോമ്പ് കാലമല്ല, ഇനി എത്ര പുണ്യ ദിനങ്ങൾ, പുണ്യമാസങ്ങൾ വന്നു കഴിഞ്ഞാലും നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊന്നുണ്ട്, ഗുജറാത്തിനെ പരാമർശിക്കുമ്പോൾ ഇവർക്ക് നാവ് ഇരട്ടയല്ല, ഒരു 4-5 നാവൊക്കെയാണ് ഇവർക്കിവിടെ പുറത്തോട്ട് ചാടുക. നമ്മൾക്കറിയാം ഗുജറാത്ത് കലാപം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്ന് ഇന്നിപ്പോൾ ഈ പറയുന്ന കൃത്യമായിട്ട് സംഘികൾ എന്നിവർ മുദ്ര കുത്തപ്പെട്ട അതിൽ തന്നെ 90% ആളുകൾക്ക് സത്യത്തിൽ അറിയില്ല. കാരണം അവരിതിന്റെ പിറകിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ വർഗീയത തിരയാൻ സത്യത്തിൽ ഈ ഹിന്ദുക്കളായിട്ടുള്ള ഈ പാവം പിടിച്ച ആളുകൾ ശ്രമിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഗുജറാത്ത് കലാപത്തിൽ നരാധമനായിട്ടുള്ള നരേന്ദ്രമോദിജി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ ആ സമയത്ത് നടന്ന കലാപം, അതിൽ മുസ്ലിങ്ങളെ നിഷ്കരണോ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി എന്നത് മാത്രമേ ഇവർ പ്രചരിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അതിനു മുൻപ് ഗോദ്രയിൽ വെച്ച് 2 ബോഗി നിറയുള്ള
സന്യാസി വര്യന്മാരെ, സ്വാമികളായിട്ടുള്ള കാവി ധരിച്ച കാഷായ വസ്ത്രധാരികളായിട്ടുള്ള ആ പാവം പിടിച്ച 10-60ഓളം മനുഷ്യന്മാരെ 2 ബോഗി നിറയെ പൂട്ടിയിട്ടുകൊണ്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയ ഈ ഗോത്ര സംഭവം ഇവന്മാരാരും മിണ്ടില്ല. മാത്രമല്ല ഈ ഗോത്ര സംഭവത്തിന്റെ റിയാക്ഷൻ ആയിരുന്നു ഈ ഗുജറാത്ത് കലാപം എന്നുള്ളതും ഇവരാരും അറിയില്ല. അത്തരത്തിൽ തന്നെയാണ് അതിനുശേഷം നമ്മൾ കണ്ടു നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് അമേരിക്ക വിസ നിഷേധിക്കുന്നതും ആ വിസ നിഷേധിക്കാൻ വേണ്ടി ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് എത്രയോ വലിയ മഹാന്മാരായിട്ടുള്ള മതേതരം വാഴ്ത്തുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഒക്കെ കത്തെഴുതിയതൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ ഇന്ന് കൃത്യമായിട്ട് കൊടുത്താൽ കൊല്ലത്തും അതല്ലെങ്കിൽ മധുരകരമായിട്ടുള്ള പ്രതികാരം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നരേന്ദ്രമോദിജി തന്നെ കാണിച്ചു തന്നു. കാരണം നരേന്ദ്രമോദിജിയുടെ ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടി US പ്രസിഡന്റ് പോലും അദ്ദേഹത്തിന്റെ പിറകെ നടക്കുക, അദ്ദേഹത്തിന്റെ ഒരു ആലിംഗനം, അദ്ദേഹത്തിന്റെ ഒരു കരസ്പർശം അതല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിറകെ നടക്കുക. വിസ നിഷേധിച്ച ഒരാളാണ് ഈ നടക്കുന്നത്, ഒരു രാജ്യമാണ് ഈ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അബ്ദുൽ സലാം സാറിനെ കണ്ട ആ സമയത്ത് തന്നെ ഞാൻ എന്റെ മനസ്സ് ഒന്ന് വളരെ ശാന്തമായിരുന്നു. കാരണം അദ്ദേഹത്തെ പോലെ അത്ര കണ്ട് ശാന്തനായിട്ടുള്ള ഒരു മുസൽമാൻ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ മറ്റന്നാളായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ ഞാൻ കൃത്യമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് വിശ്വാസിയാണോ, മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ബൈജു ഞാൻ വിശ്വാസിയാണ്, പക്ഷെ തീവ്ര വിശ്വാസിയല്ല. അതായത് ഒരു ഹിന്ദുവിന്റെ വിശ്വാസമായിക്കോട്ടെ, ഒരു ക്രൈസ്തവന്റെ വിശ്വാസമായിക്കോട്ടെ, അവരുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറി അവരെ ആക്രമിക്കുന്ന ഒരു വിശ്വാസിയല്ല ഞാൻ. എന്റെ മതത്തിന്റെ, എന്റെ ചട്ടക്കൂടിനുള്ളിൽ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ എന്റെ മതിൽക്കെട്ടിന്, എന്റെ ആ ഒരു ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട്, എന്റെ മതത്തിന്റെ ആ ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഉള്ള വിശ്വാസിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റ് അന്യമതസ്ഥരെ ആക്രമിക്കുന്ന വിശ്വാസിയല്ല ഞാൻ. അതാണ് യഥാർത്ഥ മുസൽമാൻ. പിന്നെ മാത്രമല്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മലപ്പുറത്തിന്റെ മണ്ണിൽ